സ്പീക്കറിലേക്ക് വീണ്ടും വധശിക്ഷയെക്കുറിച്ചുള്ള സംവാദങ്ങൾക്ക് വീണ്ടും സാധ്യതകൾ തുറന്നിട്ടാണ് ഗ്രീഷ്മ കേസിൽ നെയ്യാറ്റിൻകര കോടതി വിധി പറഞ്ഞത്. ഇത്തവണ ഇത് ഒരു സ്ത്രീക്കെതിരെയും കൂടിയാണ്. മേൽക്കോടതികൾ പലതും ഇനിയും നെയ്യാറ്റിൻകര അഡീഷണൽ സെഷൻസ് കോടതിക്ക് മുകളിലുള്ളതിനാൽ ഗ്രീഷ്മ ഇനിയും കാത്തിരിക്കും. ആ പ്രതീക്ഷയ്ക്ക് ആക്കം കൂട്ടുന്ന ഘടകങ്ങൾ അനവധി വേറെയുമുണ്ട്. ഏകദേശം 3 പതിറ്റാണ്ടുകൾക്ക് മുൻപാണ് കേരളത്തിൽ ഒരാളെ കഴിവിലേറ്റിയത്. കേരളത്തിലെ വധശിക്ഷകളുടെ ചരിത്രമാണ് ഇനി നമ്മൾ പരിശോധിക്കുന്നത്. വിധിയും അപൂർവങ്ങളിൽ അപൂർവം എന്നുള്ളതാണ്. എന്നുവെച്ചാൽ ഏറ്റവും അത്യപൂർവമായ കുറ്റകൃത്യങ്ങളിലാണ് നീതിന്യായ പീഠം തൂക്കുകയർ വിധിക്കുന്നത്. പ്രതി യാതൊരു ദയയും അർഹിക്കുന്നില്ല എന്ന് കണ്ടെത്തുമ്പോൾ, ഒപ്പം ഈ സമൂഹത്തിൽ മറ്റു മനുഷ്യർക്കൊപ്പം ജീവിക്കാൻ ഒരു തരത്തിലും അർഹതയില്ല എന്ന് കോടതി കണ്ടെത്തുമ്പോൾ മാത്രമാണ് പരമാവധി ശിക്ഷയായ ഡെത്ത് സെന്റൻസസ് എന്ന് വെച്ചാൽ ഈ വധശിക്ഷ നൽകുന്നത്. അത്തരത്തിൽ വധശിക്ഷ ലഭിച്ച് എത്ര പേർ ഇപ്പോൾ കേരളത്തിലെ വിവിധ ജയിലുകളിൽ ശിക്ഷ കാത്തു കഴിയുന്നുണ്ട് എന്നതിന്റെ ചരിത്രത്തിലേക്കാണ് നമ്മൾ വരുന്നത്. വധശിക്ഷ ഏറ്റവും പ്രായം കുറഞ്ഞ വനിത, ഇതിലിപ്പോൾ ഗ്രീഷ്മയുടെ കേസിലേക്ക് വരികയാണെങ്കിൽ ഏറ്റവും പ്രായം കുറഞ്ഞ വധശിക്ഷ ലഭിക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ വനിത എന്നുള്ള ഒരു ശ്രദ്ധേയമായ കാര്യം ഗ്രീഷ്മയുടെ കേസിലുണ്ട്. അപ്പോൾ മൊത്തം എത്ര വനിതകൾ കേരളത്തിലെ വിവിധ ജയിലുകളിൽ വധശിക്ഷ കാത്ത് കഴിയുന്നുണ്ട് എന്നുള്ളൊരു ചോദ്യം വരും. അതിനുള്ള ഉത്തരം 3 എന്നാണ്. റഫീഖ ബീവി ആണ് 1, വിനിത കുമാരി 2, ഇപ്പോൾ 3ാമത്തെ ഒരു വനിത കൂടി വരുന്നു, അത് ഗ്രീഷ്മയാണ്. ഈ റഫീഖ ബീവിയുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ 2022 വിഴിഞ്ഞം ശാന്തകുമാരി വധക്കേസിലാണ് കോവളം സ്വദേശി റഫീഖ ബീവിക്കും മകനും വധശിക്ഷ വിധിക്കുന്നത്. ഇതേ നെയ്യാറ്റിൻകര സെഷൻസ് കോടതിയാണെന്ന് ഓർക്കണം. ഈ വിഴിഞ്ഞത്ത് ശാന്തകുമാരിയെ മോഷണത്തിന്റെ പേരിൽ വീട്ടിലേക്ക് വിളിച്ചു വരുത്തി കൊലപ്പെടുത്തി തട്ടിൻ പുറത്ത് മൃതദേഹം സൂക്ഷിച്ചുവെന്നാണ് ഈ റഫീഖ ബീവിക്കും ഒപ്പം മകനുമെതിരായ കേസ്. അന്ന് 2 പേർക്കെതിരെയും ഇതേ നെയ്യാറ്റിൻകര കോടതി വധശിക്ഷ വിധിച്ചതാണ്. അങ്ങനെയാണ് റഫീഖ ബീവി വധശിക്ഷ കാത്തു കഴിയുന്നത്. മറ്റൊന്ന് കൊല്ലം വിധുകുമാരൻ തമ്പി വധക്കേസിൽ തമ്പിയുടെ ഭാര്യ ബിനിതാകുമാരിയാണ്. ബിനിതാകുമാരിയുടെ കാര്യത്തിൽ പിന്നീട് സംഭവിച്ചത് ശിക്ഷ മേൽക്കോടതി ഹൈക്കോടതി ജീവപര്യന്തമാക്കി കുറക്കുന്നത് നമ്മൾ കണ്ടതാണ്. അപ്പോൾ മൊത്തം കേരളത്തിൽ എത്ര പേർ വധശിക്ഷ കാത്തു കഴിയുന്നുണ്ട് ചോദ്യത്തിന് 39 എന്നതാണ് ഉത്തരം. വിവിധ ജയിലുകളിലായി, കേരളത്തിലെ വിവിധ ജയിലുകളിലായി 39 പേർ വധശിക്ഷ കാത്തു കഴിയുന്നുണ്ട്. ശരി, കുറെ കൂടി ഡീപ്പായിട്ട് വന്നാൽ ഒറ്റക്കേസിൽ കൂടുതൽ പേർക്ക് വധശിക്ഷ ലഭിച്ചത് കഴിഞ്ഞ കൊല്ലമാണ്. അത് രഞ്ജിത്ത് ശ്രീനിവാസൻ വധക്കേസാണ്. നമ്മുടെ മുന്നിലുള്ള സംഗതിയാണ്. 15 പേർക്കാണ്, 15 പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകർക്കാണ് വധശിക്ഷ വിധിച്ചത്. അവരും ഇതുപോലെ ഹയർ അപ്പീൽ, ഹൈക്കോടതിയും സുപ്രീം കോടതിയിലും ഒക്കെ അപ്പീലിന് പോകാനുള്ള നീക്കങ്ങളിലാണുള്ളത്. അതായത് ഒറ്റക്കേസിൽ രാജ്യത്ത് തന്നെ ഏറ്റവും കൂടുതൽ പേർക്ക് വധശിക്ഷ ലഭിച്ച 3ാമത്തെ കേസും കൂടിയാണ് രഞ്ജിത്ത് ശ്രീനിവാസൻ വധക്കേസ് എന്നതുകൂടി കാണണം. 15 പേർക്കാണ് ഈ കേസിൽ വധശിക്ഷ വിധിച്ചത്. ഇനി ഏതൊക്കെ ജയിലുകളിലാണ് ഈ വധശിക്ഷ കാത്തു കഴിയുന്ന 39 പേരുള്ളത് എന്നതിലേക്കാണ് നമ്മൾ വരുന്നത്. കണ്ണൂർ വിയ്യൂർ അതീവ സുരക്ഷാ ജയിലിൽ, കണ്ണൂർ സെൻട്രൽ ജയിലിൽ 4 പേരുണ്ട്. വിയ്യൂർ അതീവ സുരക്ഷാ ജയിലിൽ 5 പേരുണ്ട്. ക്ഷമിക്കണം, വിയ്യൂർ സെൻട്രൽ ജയിലിൽ 5 പേരുണ്ട്, അതീവ സുരക്ഷാ ജയിലിൽ 3 പേരുണ്ട്, തിരുവനന്തപുരം സെൻട്രൽ ജയിലിൽ 9 പേരുണ്ട്. പക്ഷെ എല്ലാ ജയിലുകളിലും ഇങ്ങനെ വധശിക്ഷ നടപ്പാക്കാൻ കഴിയുമോ എന്നുള്ളൊരു ചോദ്യമുണ്ട്. ഇല്ല എന്നാണ് ഉത്തരം. കഴുമരമുള്ളത് തിരുവനന്തപുരത്തും കണ്ണൂരും മാത്രമാണ്. ഈ 2 ജയിലുകളിൽ മാത്രമാണ് കഴുമരമുള്ളത്, വധശിക്ഷ നടപ്പാക്കാനുള്ള സംവിധാനമുള്ളത്. ഈ 2 ജയിലുകളിൽ മാത്രമേ ഇതുവരെ വധശിക്ഷ കേരളത്തിൽ നടപ്പാക്കിയിട്ടുമുള്ളൂ. അവസാനമായി 1991 റിപ്പർ ചന്ദ്രൻ, മലയാളി മനസാക്ഷി വലിയ തോതിൽ ചർച്ച ചെയ്ത, വലിയ കോളിളക്കമുണ്ടാക്കിയ റിപ്പർ ചന്ദ്രൻ എന്ന് വെച്ചാൽ ചുറ്റിക കൊണ്ട് 11 പേരെ തലക്കടിച്ചു കൊലപ്പെടുത്തിയ റിപ്പർ ചന്ദ്രനെയാണ് അവസാനമായി തൂക്കിലേറ്റിയത്. അത് 1991 കണ്ണൂർ സെൻട്രൽ ജയിലിൽ വെച്ചായിരുന്നു ആ വധശിക്ഷ നടപ്പാക്കിയത്. പൂജപ്പുരയിൽ അവസാനം 1974 തിരുവനന്തപുരം പൂജപ്പുര സെൻട്രൽ ജയിലിൽ അവസാനമായി തൂക്കിലേറ്റിയത്, വധശിക്ഷ നടപ്പാക്കിയത് 1974 എന്നുള്ള ചിത്രം കൂടി കാണണം. രാജ്യത്തൊടുവിൽ 2020 നിർഭയ കേസിൽ രാജ്യം വലിയ തോതിൽ ചർച്ച ചെയ്ത, വലിയ പ്രതിഷേധത്തിനിടയാക്കിയ, വലിയ കോളിളക്കമുണ്ടാക്കിയ നിർഭയ കേസിലെ പ്രതിയെയാണ് ഏറ്റവും ഒടുവിലായി രാജ്യത്ത് തൂക്കിലേറ്റിയത്. അത് 2020 എന്ന ചിത്രം കൂടി നമ്മുടെ മുന്നിലുണ്ട്. ഇനി അങ്ങനെ ഒരു നെയ്യാറ്റിൻകര അഡീഷണൽ സെഷൻസ് കോടതിയെ പോലെ ഒരു കീഴ്ക്കോടതിയിൽ നിന്നും വധശിക്ഷ കിട്ടിയാലും ആ വധശിക്ഷ നടപ്പാക്കാൻ കുറേ അധികം സമയമെടുക്കും.
ഇനിയും ആ പ്രതികളുടെ മുന്നിൽ ഒരുപാട് ഓപ്ഷനുകളുണ്ട്, ഇളവ് ലഭിക്കാനുള്ള, ശിക്ഷാ ഇളവ് ലഭിക്കാനുള്ള മാർഗങ്ങളുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ ഗ്രീഷ്മയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് മേൽക്കോടതിയിൽ പോകാം, ഹൈക്കോടതിയിൽ പോകാം, സുപ്രീം കോടതിയിൽ പോകാം. സുപ്രീം കോടതിയിൽ അപ്പീൽ നൽകിയാൽ സുപ്രീം കോടതി ആദ്യം ചെയ്യുക ഹൈക്കോടതിയിൽ ഈ വിഷയം കൃത്യമായി പഠിക്കാൻ വേണ്ടി ഹൈക്കോടതിയിലെ പ്രത്യേക ഏജൻസിയെ നിയോഗിക്കും. ഹൈക്കോടതി അതിന് ഒരു വിദഗ്ധ സമിതിയെ വെക്കും. ആ വിദഗ്ധ സമിതിയിൽ ഡോക്ടർമാരടക്കം ഉണ്ടാകും. ജയിലിൽ ഇവരുടെ നടപ്പു രീതി, അവരിനി മാനസാന്തരപ്പെടാനുള്ള സാധ്യതയുണ്ടോ, അവരുടെ ആരോഗ്യാവസ്ഥ, ഇതൊക്കെ പരിശോധിച്ച ശേഷം ഹൈക്കോടതി ഒരു റിപ്പോർട്ട് സുപ്രീം കോടതിക്ക് നൽകും. അങ്ങനെ സുപ്രീം കോടതിക്ക് ഇവരുടെ വധശിക്ഷയിൽ ഒരു തീരുമാനമെടുക്കാം എന്നുള്ളതാണ്. ഇപ്പോൾ സുപ്രീം കോടതിയും ഈ വധശിക്ഷ ശരിവെച്ചു കഴിഞ്ഞാൽ അവർക്ക് രാഷ്ട്രപതിക്ക് മുന്നിൽ ദയാഹർജി നൽകാം. ഇത് രാഷ്ട്രപതിയുടെ ദയക്കായി കാത്തു നിൽക്കാം. അങ്ങനെ രാഷ്ട്രപതിയുടെ ദയാഹർജിയിലൂടെ വധശിക്ഷയിൽ ഇളവ് നേടിയ ഒട്ടനവധി പ്രതികളെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അതുകൊണ്ട് ഈ നെയ്യാറ്റിൻകര അഡീഷണൽ സെഷൻസ് കോടതിയുടേത് അന്തിമ തീർപ്പല്ല എന്ന് പ്രതിഭാഗത്തിനറിയാം, ഗ്രീഷ്മയ്ക്കും അറിയാം. അതുകൊണ്ടാണ് ഒരു ഭാവഭേദവും കൂടാതെ ഇന്ന് ഈ വധശിക്ഷ എന്നുള്ള ഡെത്ത് സെന്റൻസ് കേട്ടിട്ടും ഒരു ഭാവഭേദവുമില്ലാതെ ഗ്രീഷ്മ പുറത്തേക്ക് ഇറങ്ങിപ്പോയതും. അപ്പോൾ ഇനിയും മേൽക്കോടതികളിൽ പോയി ഈ ശിക്ഷ ഇളവ് ലഭിക്കാനുള്ള നീക്കങ്ങളായിരിക്കും പ്രതിഭാഗം നടത്തുക. എന്തായാലും ഗ്രീഷ്മ കേസിൽ വിധി വന്നിരിക്കുന്നു. ഇനിയും നടപടിക്രമങ്ങൾ, നിയമ നടപടികൾ അവസാനിക്കുന്നില്ല എന്നുള്ളൊരു ചിത്രം കൂടി കാണണം.